ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് വരച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ പുതിയൊരു ഡ്രോയിങ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതൊരു ബ്ലാക്ക് പെൻ മാത്രം മതിയിട്ട് നമുക്കിത് വരയ്ക്കാനായിട്ട് ബ്ലാക്ക് പെൻ മാത്രം വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ്ങാണ്. ജസ്റ്റ് ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറ്റാത്ത ആരും ഉണ്ടാവില്ലല്ലേ. ഇതൊരു കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് നമുക്ക് പേജിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടത് ഫില്ല് ചെയ്യാം. എല്ലാതും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് വരയ്ക്കാനായിട്ട് കേട്ടോ. നമുക്ക് ബ്ലാക്ക് നമ്മുടെ സാധാരണ പെൻ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ജെൽ പെൻ വെച്ച് വരയ്ക്കാം, അല്ല വേണമെങ്കിൽ ബ്രഷ് പെൻ വെച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ ഒരു ഡ്രോയിങ് ആയ കാരണം, ചെറിയൊരു ഡിസൈൻ ആയത് കാരണം നമുക്ക് ഞാനിപ്പോൾ ജെൽ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഡ്രോയിങ് വരച്ചിട്ട് നമ്മൾ ഫൈനൽ എല്ലാ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കണ്ണിനൊരു ബുദ്ധിമുട്ടല്ല, ഒരു 3D എഫക്റ്റൊക്കെ തോന്നും കേട്ടോ. ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് കണ്ണ് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത ഉള്ള പോലെ തോന്നും. അങ്ങനത്തെ ഒരു ഡ്രോയിങ് ആട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.